കലോത്സവത്തിൻ്റെ 4ാം ദിവസത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കലോത്സവ വേദിയിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ നിറയുകയാണ്. രാവിലെ വരവൂരിൻ്റെ കവലകളെ വിറപ്പിച്ചുകൊണ്ട് പുലിയാണ് കലോത്സവ വേദിയിൽ ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും വലിയ രീതിയിലുള്ള പുതുമകൾ സംഘാടനത്തിൽ നിറച്ചുവെച്ച് കലോത്സവത്തിൻ്റെ സംഘാടക സമിതി വിസ്മയങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവിധ പ്രതീക്ഷകളെയും അപ്പുറത്തേക്ക് കലോത്സവത്തിൻ്റെ സംഘാടനം കടക്കുകയാണ്. അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. സുരേഷ് ബാബു മാഷ്, എന്താണ് ഇന്ന് അവസാന ദിനമാണ്, ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നു? ഇന്ന് പുലിയോടുകൂടിയുള്ള തുടക്കം, അതാണ് ഏറ്റവും രസകരമായ സംഭവം. കാരണം നമ്മുടെ മുഖ്യ പാചകക്കാരനായ ശ്രീ മധു ഇന്നിവിടെ ശ്രീ കാർത്തിക കാറ്ററിംഗ് സെൻറ്ററിൻ്റെ ഒരു സ്പോൺസറിങ് പ്രോഗ്രാമായിട്ടാണ് ഈ ഒരു പുലിയെ, തൃശ്ശൂരിലെ തന്നെ പ്രസിദ്ധനായ ഒരു പുലിയെ ഇവിടെ ഇറക്കി ഈ കലോത്സവ നഗരിയെ ഞെട്ടിച്ചിട്ടുള്ളത്. അത് റൈറ്റ് വിഷൻ ഇന്ന് വരവൂർ ടൗണിൽ നിന്ന് തന്നെ, സെൻട്രലിൽ നിന്ന് തന്നെ അത് ലൈവ് കൊടുത്ത് അതിന് വേണ്ട പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ സമാപനം പ്രതീക്ഷിത സമയത്ത് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? സംഘാടകർ അതിന് ഉള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സമയബന്ധിതമായി തന്നെ തീർക്കണം എന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പ്രശ്നം വരിക വെച്ചാൽ ഈ പാർട്ടിസിപ്പൻസ്, കാരണം കുറേ മേക്കപ്പ് ഐറ്റമൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഡിലേ നമ്മളും പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ വേദി ഒരു 3 മണിയോടുകൂടി ഒഴിവാക്കി നമ്മൾ സമാപന സമ്മേളനത്തിന് സജ്ജമാക്കുകയും അവിടെ കുറേ അറേഞ്ച്മെൻറ്റ്സ് വേറെ നടത്താനുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നടത്തിയതിന് ശേഷം നമുക്ക് ഒരു 5 മണിക്ക് തന്നെ നമുക്ക് സമാപന സമ്മേളനം ആരംഭിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി നേരത്തെ തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുമുണ്ട്. തീർച്ചയായും എന്തായാലും സമാപന സമ്മേളനം പാതിരാത്രി തൊടില്ല എന്ന ആത്മവിശ്വാസം സംഘാടക സമിതിക്കുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ 5 മണി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. കാരണം ഇത് മക്കൾ നമ്മൾ സംഘാടകർ കൂടിയിട്ടൊരു പൊതുസമ്മേളനം നടത്തി അവസാനിപ്പിക്കുന്ന പരിപാടി അല്ലല്ലോ ഇത്. കാരണം നമ്മുടെ എല്ലാ മക്കളും ഇവിടെ മത്സരിച്ച് അവരുടെ എല്ലാവരുടെയും ഫലപ്രഖ്യാപനം കഴിഞ്ഞ് അതിൻ്റെ ടാബുലേഷൻ കഴിഞ്ഞ് ഓവറോൾ നമുക്കിവിടെ പ്രഖ്യാപിച്ച് ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ഓരോരുത്തർക്കുമുള്ള ട്രോഫികൾ കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. അതിന് ശേഷം ഇവിടെ പതാക താഴ്ത്തണം. അപ്പോഴാണ് ഈ സമാപനം പര്യവസാനിക്കുകയുള്ളൂ. തീർച്ചയായും ഇതൊക്കെ ആണെങ്കിലും എല്ലാ വേദികളും ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ട്. സമാപന ദിവസത്തിൻ്റെ ഒരു ഊർജ്ജസ്വലതയോടുകൂടെ തന്നെയാണ് വേദികൾ നടക്കുന്നത്. ഇന്നലെ അതിൻ്റെ ഒരു മുന്നൊരുക്കം കൂടി പ്രോഗ്രാം കമ്മിറ്റിയുടെയും മറ്റ് കമ്മിറ്റികളുടെ റിവ്യൂവിൻ്റെയും ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമയക്രമം പാലിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചും അല്ലെങ്കിൽ നമുക്ക് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് തന്നെ പറയാം. കാരണം ഇപ്പോൾ വരവൂരിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട്, കാരണം നമ്മൾ മായന്നൂർ മുതലും കുണ്ടുകാട് മുതലും ഒക്കെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിലേ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സമയം ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ഇപ്പോൾ 9 മണി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് 9:45 10 മണിക്കൊക്കെയാണ് സാധാരണ തുടങ്ങാറ്. ഇന്നലെ പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് കൃത്യമായി ഇന്ന് രാവിലെ ഫസ്റ്റ് ഐറ്റത്തിൽ കയറേണ്ട എല്ലാ വേദികളിലെയും സ്കൂളുകളിലേക്ക് നേരിട്ട് വിളിച്ച് 9 മണിക്ക് തന്നെ തുടങ്ങും എന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തതിൻ്റെ ഫലമായി കുറച്ചുകൂടി നേരത്തെ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു കലോത്സവത്തിൻ്റെ ഒരു സംഘാടനത്തിൽ അതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാണോ സത്യത്തിൽ? തലേ ദിവസം ഒരു ഓർമ്മപ്പെടുത്തൽ അല്ല, സ്കൂളുകളെ വിളിച്ച് തീർച്ചയായും അല്ല. നമ്മൾ അത് ഒരു പുതുമയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രോഗ്രാം കൺവീനറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിക്ക് എത്രയും വേഗം പരിപാടി തീർക്കാൻ വേണ്ടി പല ടെക്നിക്സും പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ മുൻ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള, കാരണം മേക്കപ്പ് ഐറ്റങ്ങളാണ് താമസിക്കുക, അപ്പോൾ അവരെ മുൻപ് അറിയിക്കാറുണ്ട്. പക്ഷേ ഇത് റിവ്യൂ മീറ്റിങ്ങിൽ പറഞ്ഞ് ഒരു തീരുമാനമെടുത്തതിന് ശേഷം ചെയ്തത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു പ്രൊഫഷണൽ സമീപനം തന്നെ എല്ലാ മേഖലയിലും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മളതിവിടെ റൈറ്റ് വിഷൻ്റെ ഫ്ലോറിൽ പറയുകയുണ്ടായി, AE ഓഫീസ് പ്രവർത്തിക്കുന്നത് കലോത്സവ വേദിയിലാണ്. അപ്പോൾ അത്തരത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ സംഘാടനത്തിനകത്തേക്ക് കയറി വരുന്നതാണ്.
നമ്മൾ കാണുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത്. ഫലങ്ങൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ സംഘാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അക്കാദമിക് കൗൺസിലിൻ്റെ വിഷൻ അനുസരിച്ച് തന്നെ മുൻപിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.